ലേബിൾസ് ഇൻ റോൾ ഫോം വേഴ്സസ് ഷീറ്റ് ഫോം ഇതിന്റെ ഡിഫറൻസ് എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഒരു കസ്റ്റമർ ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയ ക്വാണ്ടിറ്റി വെച്ച് അവന്റെ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ ആ ലേബിള് എങ്ങനെ എടുക്കണം? അതൊരു റോൾ ഫോമിൽ വേണോ ഷീറ്റ് ഫോമിൽ വേണോ? എൻ്റെ ഒരു അഡ്വൈസ് ആണെങ്കിൽ അത് സ്റ്റാർട്ടിങ് ഷീറ്റ് ഫോമിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. കാര്യം എന്ന് വെച്ചാൽ കസ്റ്റമറിനെ സംബന്ധിച്ച് ഒരു 500 ലേബിൾ മതി, അത് മാനുവലി എടുത്ത് നമുക്ക് ഒട്ടിക്കാം, കോസ്റ്റും വളരെ കുറവായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ കസ്റ്റമറിന്റെ വോളിയം കൂടുന്നു. കസ്റ്റമറിനെ സംബന്ധിച്ച് ഒരു ജാം മാനുഫാക്ചറോ പിക്കിൾ മാനുഫാക്ചറോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ മാനുഫാക്ചറർ ആണെങ്കിൽ ഒരു 50,000 ബോട്ടിൽസ് ഫില്ല് ചെയ്ത് വരുന്ന സംബന്ധിച്ച് ഇത് മാനുവലി അപ്ലൈ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതൊന്ന്. രണ്ടാമത് ഇതിന്റെ സ്റ്റോക്ക് ട്രാക്ക് ചെയ്യാൻ അതിനേക്കാളും ബുദ്ധിമുട്ടാണ്. സോ അവിടെയാണ് ബാർകോഡിങ്ങിന്റെ ആവശ്യം വരുന്നത്. ആ സാഹചര്യത്തിൽ സ്റ്റിക്കർ റോൾ ഫോമിൽ വന്നാലേ ഉള്ളൂ, കസ്റ്റമറിന് കിട്ടിയാലേ ഉള്ളൂ ഇതെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. വോളിയം കൂടുതലാണെങ്കിൽ എപ്പോഴും റോൾ ഫോമിലാണ് ലേബിൾസ് നല്ലത്. അത് പ്രോഡക്റ്റ് ലേബിൾ ആയാലും പ്ലെയിൻ ലേബിൾ ആയാലും DP എന്തായാലും. ചെറിയ ക്വാണ്ടിറ്റി മതിയെങ്കിൽ അത് ഷീറ്റ് ഫോമിൽ എടുക്കാം. അത് മാനുവലി അപ്ലൈ ചെയ്യാനും പറ്റും. വലിയ ടൈം കൺസ്യൂമിംഗ് അല്ല. ഒരു 50 ബോട്ടിൽ അല്ലെങ്കിൽ 200 ബോട്ടിൽ ഇറ്റ് ഇസ് വെരി ഈസി. സോ please take decisions by consulting the right people. So you can get in touch with our info team for any such queries.